നമസ്കാരം. മാരുതി സുസുക്കി ഇന്ത്യൻ വിപണിയിൽ എത്തിച്ച കാറുകളിൽ അർഹിച്ച പരിഗണന കിട്ടാതെ പോയ മോഡലാണ് റിറ്റ്സ. ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആദ്യ പരിഗണന വയ്ക്കുന്നത് റിറ്റ്സിലായിരിക്കും. റീസെയിൽ വാല്യൂ ഒരുപാടുള്ള വാഹനം, അതുപോലെ തന്നെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാൻ ഏറ്റവും മടിക്കുന്ന വാഹനം. അത്രയും മികച്ച പെർഫോമൻസ് ആണ് റിറ്റ്സ് നൽകുന്നത്. കരുത്തുറ്റ ബോഡിയും റിഫൈൻഡ് എഞ്ചിനുമായി വന്ന കാർ യഥാർത്ഥത്തിൽ മാരുതി സ്വിഫ്റ്റിന്റെ നിഴലായി പോവുകയായിരുന്നു. എന്നിരുന്നാലും ഇന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്കൻഡ് ഹാൻഡ് കാർ മാർക്കറ്റിൽ റിറ്റ്സിന് വമ്പൻ ഡിമാൻഡാണുള്ളത്. ന്യൂജൻ കാറുകൾ ലൈനപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി റിറ്റ്സ് അടക്കമുള്ള ചില കാറുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാരുതി നിർത്തലാക്കുകയായിരുന്നു. റിറ്റ്സിന്റെ പകരക്കാരനായി മാരുതി ഇന്ത്യയിൽ കൊണ്ടുവന്ന മോഡലാണ് ഇഗ്നിസ. 2025 ജനുവരിയിൽ ഇഗ്നിസിന്റെ വിൽപ്പന കണക്കുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കമ്പനിയുടെ പ്രീമിയം ഡീലർഷിപ്പ് ശൃംഖലയായ നെക്സ വഴിയാണ് ഇഗ്നിസ് വിൽക്കുന്നത്. ഒരു വർഷം മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2024 ജനുവരിയിൽ മാരുതി സുസുക്കി 2598 ഇഗ്നിസ് മാത്രമായിരുന്നു വിറ്റിരുന്നത്. ഒരു വർഷം കൃത്യം കഴിയുമ്പോൾ ഇഗ്നിസിന് ഇന്ത്യക്കാർക്കിടയിൽ ഡിമാൻഡ് വലിയ രീതിയിൽ കൂടിയതായാണ് സെയിൽസ് ചാർട്ടുകൾ പറയുന്നത്. 2025 ജനുവരിയിൽ മാരുതി സുസുക്കി വിറ്റത് 3780 ഇഗ്നിസ് കാറുകളാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് 45% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രംഗത്ത് കടുത്ത മത്സരം നിലനിൽക്കെ അത്യാവശ്യം നല്ല മോഡൽ കാറുകൾ വരുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഇത്രയും വളർച്ച ഇഗ്നിസ് രേഖപ്പെടുത്തിയത് എന്ന് ഓർക്കണം. മുൻഗാമിയായ റിറ്റ്സിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇതേ വില നിലവാരത്തിൽ വരുന്ന സ്വിഫ്റ്റ് എന്ന മഹാമേരുവിന്റെ സാന്നിധ്യമാണ് റിറ്റ്സിന്റെ വിൽപ്പന കുറയാൻ ഒരു കാരണമായി മാറിയത്. ഏതാനും മാസങ്ങളായി പ്രതിമാസം 2500 യൂണിറ്റുകൾ മാത്രം വിൽക്കുന്നതിനാൽ തന്നെ ഇഗ്നിസിനെ ഒരു ഫ്ലോപ്പ് മോഡലായി വിധി എഴുതിയവർ വരെയുണ്ട്. SUV-കൾക്ക് അനുകൂലമായ ട്രെൻഡ് ഉള്ളതിനാൽ തന്നെ മൊത്തത്തിൽ ചെറു കാറുകൾക്ക് കഷ്ടകാലം തന്നെയാണ്. അതും ഇഗ്നിസിനെ നല്ല തോതിൽ ബാധിക്കുന്നുണ്ട്. കോമ്പാക്ട് അർബൻ SUV എന്ന വിശേഷണം ചാർത്തിയാണ് മാരുതി സുസുക്കി ഈ ഒരു കാർ മാർക്കറ്റ് ചെയ്യുന്നത്. നിലവിൽ 5,85,000 രൂപ മാത്രമാണ് ഇഗ്നിസിന്റെ ഇന്ത്യൻ വിപണിയിലെ പ്രാരംഭ വില. അതേസമയം അതിന്റെ ടോപ്പ് സ്പെക് വേരിയന്റിന് 8,12,000 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ഇവ എക്സ്ഷോറൂം വിലകളാണെന്നത് ഓർക്കേണ്ടതുണ്ട്. പവർ ട്രെയിൻ വശം നോക്കുമ്പോൾ മാരുതി സുസുക്കി ഇഗ്നിസ് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. ഈ എഞ്ചിൻ പരമാവധി 83 bhp പവറും 113 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT ഗിയർ ബോക്സുകളുമായി എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാറിന് ലിറ്ററിന് 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ലഭിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC എന്നിങ്ങനെ നിരവധി സവിശേഷതകൾ മാരുതി സുസുക്കി ഇഗ്നിസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. റിയർ പാർക്കിംഗ് ക്യാമറ, റിയർ പാർക്കിംഗ് സെൻസറുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, EVD ഉള്ള ABS, എയർ ബാഗുകൾ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും കാറിൽ ഉണ്ട്. കുറഞ്ഞ വില, കോമ്പാക്ട് ഡിസൈൻ, മികച്ച മൈലേജ്, ഫീച്ചറുകൾ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയതിനാൽ തന്നെ ഇഗ്നിസ പണത്തിനൊത്ത മൂല്യം നൽകുന്ന ഒരു കാറായി കണക്കാക്കപ്പെടുന്നുണ്ട്. SUV ലുക്ക് ഉള്ളതിനാൽ ആദ്യമായി കാർ വാങ്ങുമ്പോൾ ബജറ്റ് ഹാച്ച് ബാക്കിനേക്കാൾ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരെണ്ണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആദ്യത്തെ ചോയ്സ് കൂടിയാണ് ഇഗ്നിസ്. വിൽപ്പന മന്ദഗതിയിലായതോടെ ഇന്തോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ഇഗ്നിസ് വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ പോവുകയാണെന്ന് വരെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ മികച്ച വിൽപ്പന വളർച്ച നേടി പുതുവർഷത്തിന് ഗംഭീര തുടക്കമാണ് ഇഗ്നിസ് നൽകിയത്. ഇതേ പ്രകടനം മോഡലിന് തുടരാൻ സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. വിൽപ്പന ഇനിയും മോശമായാൽ മുകളിൽ പറഞ്ഞ പോലുള്ള സങ്കട വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരും. പിന്നെ ഇഗ്നിസിന് വേണ്ടിയും യൂസ്ഡ് കാർ മാർക്കറ്റിൽ അടി കൂടേണ്ട സാഹചര്യം ഉണ്ടാകും.